ഇന്ന് നമ്മൾ പറയുന്നത് ചില കുട്ടികൾക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് നടത്തുന്ന സമയത്ത് നേരിടുന്ന ഒരു പ്രശ്നമാണ് ഡയപ്പർ ഉണ്ടെങ്കിൽ മാത്രമേ മലം പോകത്തുള്ളൂ. ഡയപ്പറിൽ മാത്രമേ കുഞ്ഞ് മലം പാസ് ചെയ്യുള്ളൂ. അതെങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. വീഡിയോ കുറച്ച് സ്ലോ ആയി തോന്നിക്കഴിഞ്ഞാൽ 1.5x കണ്ടു കഴിഞ്ഞാൽ കുറച്ച് സമയം ലാഭിക്കാം. കാരണം എല്ലാവർക്കും മനസ്സിലാകണം എന്നുള്ളതുകൊണ്ട് പതുക്കെയാണ് പറയുന്നത്. അവിടെ നിങ്ങളുടെ കുട്ടിയുടെ ഈ ഒരു പ്രശ്നം മാറ്റിയെടുക്കാൻ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡയപ്പർ ഫീഡിങ് പ്രോട്ടോകോൾ. ഈ പ്രോട്ടോകോളിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഡയപ്പർ ഇട്ടാൽ മാത്രമേ കുഞ്ഞ് മലം പോകത്തുള്ളൂ. ആ ഒരു പ്രശ്നത്തെ മറികടക്കാൻ വളരെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ നിലവിലില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഫീൽഡിൽ കുട്ടികളുടെ ഈ ബിഹേവിയറൽ തെറാപ്പിയുമായി ഒക്കെ ബന്ധപ്പെട്ട ഈ ഫീൽഡിലെ 2 എക്സ്പേർട്സ് പരീക്ഷിച്ച ഒരു വഴിയാണ് ഡയപ്പർ ഫീഡിങ് പ്രോട്ടോകോൾ. അവർ 4 കുട്ടികളിൽ ഈ പ്രോട്ടോകോൾ ഉപയോഗിച്ച് നോക്കി, നല്ല റിസൾട്ട് കണ്ടു. അങ്ങനെ അവർ അത് ഒരു സയൻറ്റിഫിക് ജേർണലിൽ പബ്ലിഷ് ചെയ്തു. അപ്പം ആ ഒരു മെത്തേഡാണ് ഡയപ്പർ ഫീഡിങ് പ്രോട്ടോകോൾ. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്ന് വെച്ചാൽ നിലവിൽ കൃത്യമായ ഒരു ട്രീറ്റ്മെൻറ്റ് അതിന് ഇല്ലാത്തതുകൊണ്ട് ഈ പ്രോട്ടോകോൾ മുമ്പോട്ട് വെച്ചതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 2 ആളുകൾ 2024 മുമ്പോട്ട് വെച്ച ഈ ഒരു പ്രോട്ടോകോൾ വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ കുട്ടിയുടെ ഇതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കാം. അതെന്താണെന്നുള്ളത് വിശദമാക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു സയൻറ്റിഫിക് ജേർണലിൽ 2024 പബ്ലിഷ് ചെയ്ത ഒരു ആർട്ടിക്കിളാണിത്. അത് പ്രകാരം ഏകദേശം കുട്ടികളുടെ ഈ ഒരു സ്വഭാവം മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു നല്ല ബിഹേവിയറൽ സ്ട്രാറ്റജി ആയിട്ട് ഇതിനെ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണ്? കുട്ടി ഡയപ്പർ ഇട്ടാൽ മാത്രമേ മലം പോകത്തുള്ളൂ, അതാണല്ലോ. അപ്പോൾ അത് എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആദ്യം നിങ്ങൾ 2 കാര്യം ഉറപ്പുവരുത്തണം. ഒന്ന്, കുട്ടിക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ആദ്യം ചികിത്സിക്കണം. അത് ചികിത്സിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് 1-2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ പ്രോട്ടോകോൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. അപ്പം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക. ഈ കോൺസ്റ്റിപ്പേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് ഇതിലോട്ട് പോവാം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, കോൺസ്റ്റിപ്പേഷൻ പോലെ തന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യമാണ് കുട്ടികൾക്ക് ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ഒരു ബിഹേവിയറൽ ഇഷ്യൂ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് കൂടി നിങ്ങൾ പരിശോധിക്കണം. കാരണം ചില കുട്ടികൾക്ക് ഡെവലപ്മെൻറ്റൽ ഡിലേ, അതായത് ഇപ്പോൾ പ്രോപ്പറായി സംസാരമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ അതും കൂടി കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആദ്യത്തെ കാര്യം, ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഒരു പീഡിയാട്രീഷ്യനെ കണ്ട് കോൺസ്റ്റിപ്പേഷൻ്റെ കാര്യം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യിക്കുക. ഡെവലപ്മെൻറ്റൽ അസസ്മെൻറ്റ് നടത്തുക, ഡെവലപ്മെൻറ്റൽ റിലേറ്റഡ് ഇഷ്യൂസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ പ്രോപ്പറായി ഈ ഡയപ്പർ ഫീഡിങ് പ്രോട്ടോകോൾ എന്താണെന്ന് കാണാൻ പോവുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് കുട്ടിയെ പഠിപ്പിക്കുക. ഇനീഷ്യൽ എഡ്യൂക്കേഷനാണ്. അതായത് ഈ ടോയ്ലറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് അതൊരു പ്രൈവറ്റ് സ്ഥലത്ത് വെച്ച് മാത്രം ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ സ്റ്റൂളിൽ ജേംസ് ഒക്കെ ഉണ്ട്. ആ ജേംസ് അങ്ങനെ പുറത്തൊക്കെ നമ്മൾ പോയി പാസ് ചെയ്താൽ അതെല്ലാവർക്കും കിട്ടും. ആ ജേംസ് അങ്ങനെ പുറത്തോട്ടൊന്നും വരാൻ പാടില്ല, നമുക്ക് അസുഖം വരും. ഇങ്ങനെയുള്ള ഒരു സൈക്കോ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇനീഷ്യൽ എഡ്യൂക്കേഷനാണ് സ്റ്റെപ്പ് 1. അത് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണം. അത് കുഞ്ഞിൻ്റെ പ്രായം അനുസരിച്ച രീതിയിൽ പറഞ്ഞു കൊടുക്കുക. ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ക്ലിയർ ആണോ? രണ്ടാമത്തെ കാര്യം, അപ്പോൾ ഇതാണ് ആ സൈക്കോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അവരോട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ബാത്റൂം ടോയ്ലറ്റ് കാണിച്ചിട്ട് ഇതാണ് നിങ്ങൾ ഇവിടെയാണ് പോകേണ്ടത്, അതിനുള്ള കാരണം എന്തൊക്കെയെന്ന് പറഞ്ഞു കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ്, നമ്മളൊരു പുതിയ ടോയ്ലറ്റ് റൂട്ടീൻ സെറ്റ് ചെയ്യാം. അതെങ്ങനെയാണ് അത് ഞാൻ പറയാം. അതെങ്ങനെയാണെന്നുള്ളത് ആ മെത്തേഡിൻ്റെ പേരാണ് പുൾ അപ്പ് മെത്തേഡ്. എന്ന് പറഞ്ഞാൽ കുട്ടിയോട് നിങ്ങൾ പറയേണ്ട കാര്യം ഇതാണ്. കുട്ടിക്ക് എന്താണ് ഇവിടെ പ്രോബ്ലം? ഡയപ്പർ ഇട്ടാൽ മാത്രമല്ല കുട്ടി മലം പോകുള്ളൂ. അപ്പം നിങ്ങൾ കുഞ്ഞിനെ ഫുൾ ടൈം ഡയപ്പർ ഇടാതെ ഒരു പാൻസ് മാത്രം ഇട്ട് നിർത്തുക. പുറത്ത് കളിക്കുമ്പോഴോ വീട്ടിലിരിക്കുമ്പോഴൊക്കെ പാൻസ് മാത്രം ഇടാൻ പറയാം. എന്നിട്ട് കുട്ടിയോട് പറയാം, കുഞ്ഞിന് മലം പോകാനുള്ള സമയത്ത് പറയാം, ആ സമയത്ത് ഞാൻ ഡയപ്പർ ഇട്ട് തരാം, എന്നിട്ട് ഡയപ്പറിൽ മലം പാസ് ചെയ്തോ എന്ന ഒരു കോൺഫിഡൻസ് ആ കുട്ടിക്ക് കൊടുക്കുക. അങ്ങനെ ഇനിയിപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ 1.5 വയസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അങ്ങോട്ട് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ കുട്ടികൾ പറയില്ല. അവർക്ക് പറയാൻ അറിയാം, എന്നാലും പറയില്ല. കാരണം മലം പോകുന്നത് പേടിച്ചിട്ട്.
അപ്പൊ അവരുടെ മുഖത്ത് നിങ്ങൾ മലം പോലുള്ള സിംറ്റം കണ്ടാലും നിങ്ങൾ ഡയപ്പർ ഇട്ട് കൊടുക്കുക. ക്ലിയർ ആണോ? നമ്മുടെ പ്രശ്നം കുട്ടി ഡയപ്പറിൽ മാത്രം മലം പോകുന്നുള്ളതാണ്. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, ആ ഡയപ്പർ ഇട്ട് കൊടുക്കുക. അതാണ് പുള്ളപ്പ് മെത്തേഡ്. അപ്പൊ കുട്ടിക്ക് മലം പോകാനുള്ളപ്പോഴോ ആ ലക്ഷണം കാണിക്കുമ്പോഴോ അല്ലെങ്കിൽ കുട്ടിയോട് നിങ്ങൾ പറയാം, മോന് അല്ലെങ്കിൽ മോള് മലം പോകാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോ, ഞാൻ ഇട്ട് തരാം എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഡയപ്പർ ഇട്ട് കൊടുക്കുക. കണ്ടോ? ഇതുപോലെ ആ കുഞ്ഞിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആ കുഞ്ഞിന് കോൺഫിഡൻസ് കൊടുക്കണം. അതായത് എനിക്ക് മലം പോകാനുണ്ടെങ്കിൽ എൻ്റെ പാരൻസ് എനിക്കത് ഇട്ട് തരും, എനിക്കതിൽ പാസ് ചെയ്യാം. അങ്ങനെ ഇട്ട് കൊടുക്കലാണ് സ്റ്റെപ്പ് 2. ഒന്നാമത്തെ സ്റ്റെപ്പ് അവർ പറഞ്ഞ് മനസ്സിലാക്കുക, അതായത് എന്തുകൊണ്ട് ടോയ്ലറ്റ് എന്നുള്ളത്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ പുള്ളപ്പ് മെത്തേഡ് ഫോളോ ചെയ്യുക. പുള്ളപ്പ് എന്ന് പറഞ്ഞാൽ ആ ഡയപ്പർ ആവശ്യം വരുമ്പോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ കുഞ്ഞിന് ഇഷ്ടമുള്ള സ്ഥലത്ത്, അത് നമ്മുടെ ലിവിംഗ് റൂമോ എവിടെ ആയിക്കോട്ടെ, പക്ഷെ ഡയപ്പർ ഇട്ടതിന് ശേഷം അതിൽ പാസ് ചെയ്യാൻ പറയാം. അതിനുശേഷം അത് ഊരി കഴുകി വൃത്തിയാക്കി വീണ്ടും കുഞ്ഞിനെ അവൻ്റെ പഴയ ആ ട്രൗസറിലോട്ട്സ് അല്ലെങ്കിൽ പാൻസിലോട്ട് മാറ്റി കൊടുക്കണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇതൊക്കെ അതിന് ഉപയോഗിക്കുന്ന ചില പുള്ളപ്സുകളാണ്. ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതന്നെ വാങ്ങണമെന്നില്ല. ഈ പുള്ളപ്സ് എന്ന് പറഞ്ഞാലും നമ്മൾ ഈ ഫുൾ അലാസ്റ്റിക് ഉള്ള ഡയപ്പറിന് തുല്യമാണ്. അതുകൊണ്ട് ഡയപ്പർ തന്നെ മതി. പക്ഷെ ഇങ്ങനെ ടൈ ചെയ്യുന്ന ഡയപ്പർ വേണ്ട. ഈ ട്രൗസേഴ്സ് പോലുള്ള ഡയപ്പർ ഉണ്ടല്ലോ, ഷെഡിയൊക്കെ പോലുള്ള ഡയപ്പേഴ്സ്, അത് വാങ്ങിച്ചിട്ട് കൊടുക്കുക. അതാകുമ്പോൾ ഫുൾ വലിച്ചങ്ങോട്ട് ഇടാൻ പറ്റും. ഇത് അതിനു വേണ്ടി ഉപയോഗിക്കുന്ന മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പുള്ളപ്സുകളാണ്. അത് വേണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പിലോട്ട് പോവാണ്. ഇവിടെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ആദ്യം അവരെ പഠിപ്പിച്ചു, മലം പോകാനുണ്ടെങ്കിൽ നിങ്ങൾ ഡയപ്പർ ഇടാൻ വേണ്ടി എന്നോട് പറയണമെന്ന് നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം അവർക്ക് പ്രിഫർ ചെയ്ത ലൊക്കേഷനിൽ പോയിരുന്ന് മലം പാസ് ചെയ്യാൻ നിങ്ങൾ അവരെ സമ്മതിക്കുക. ചിലപ്പോൾ ലിവിംഗ് റൂം ആകാം, ചിലപ്പം നിങ്ങളെ ലിവിംഗ് റൂമോ കൊലായിലോ എവിടെയാകാം. പക്ഷെ ഒരു പ്രശ്നമില്ല, ആദ്യത്തെ ആഴ്ച അതിന് സമ്മതിക്കണം. ഇനി നമ്മൾ സ്റ്റെപ്പ് 3 പോവാണ്. സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ ഇനി പതിയെ നമുക്ക് ബാത്റൂമിലോട്ട് മൂവ് ചെയ്ത് തുടങ്ങണം. അതെങ്ങനെയാ? അപ്പം ഇതൊരാഴ്ച ചെയ്യാം. അതായത് ഡയപ്പറിൽ മലം പാസ് ചെയ്യുന്നത് നിങ്ങളെ റൂമിലോ അല്ലെങ്കിൽ പുറത്തോ എവിടെയെങ്കിലും വെച്ചിട്ട് മലം പോകുന്നത് 1-2 ഒരാഴ്ച അങ്ങനെ ട്രെയിൻ ചെയ്യാം. അതിനുശേഷം ഒരു 1 വീക്ക് കുട്ടി കംഫർട്ടബിൾ ആണ്, നിങ്ങളോട് മലം പോകാനുള്ളപ്പോൾ വന്ന് പറയുന്നുണ്ട്, എനിക്ക് ഡയപ്പർ വേണമെന്ന് പറയുന്നുണ്ട്, ഡയപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്, പോകുന്നുണ്ട്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ പതിയെ എന്താക്കുക, ബാത്റൂമിലോട്ട് പോവാം. എങ്ങനെ ബാത്റൂമിലോട്ട് പോവാം? അതായത് ഇനി കുഞ്ഞിനോട് പറയണം, ഇനി ബാത്റൂം, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ബാത്റൂമിലാണ് നമ്മൾ ഈ സ്റ്റൂളൊക്കെ പാസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇനി ബാത്റൂം പോവാം. ഇനി പുള്ളപ്പ് മെത്തേഡ് ബാത്റൂമിൽ വെച്ച് ചെയ്യാം. കുട്ടി മലം പോകാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമിലോട്ട് വിളിച്ചുകൊണ്ട് പോവുക, ബാത്റൂമിൽ വെച്ച് ട്രൗസർ ഊരുക, എന്നിട്ട് പുള്ളപ്പ് ഇട്ട് കൊടുക്കുക, ഡയപ്പർ ഇട്ട് കൊടുക്കുക. അതാണ് 4ാമത്തെ സ്റ്റെപ്പ്. പതിയെ റൂമിൽ നിന്ന് നമുക്ക് ബാത്റൂമിലോട്ട് എത്തി. ക്ലിയർ ആണല്ലോ? എന്നിട്ട് ബാത്റൂമിൽ കുഞ്ഞിന് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ തിരഞ്ഞെടുത്തിട്ട് അവിടെ നിന്ന് പൊക്കോട്ടെ. അത് നിന്നിട്ടോ ഇരുന്നിട്ടോ ഒരു കുഴപ്പമില്ല. അപ്പൊ ഏകദേശം 2ാമത്തെ ആഴ്ച നമ്മൾ പതിയെ ബാത്റൂമിലെത്തി. ഇതാണ് ആ പിക്ചർ. കണ്ടോ? ആദ്യം നമ്മൾ ആ കുഞ്ഞിനോട് പാൻസ് ഇടുന്നു, ആവശ്യമുള്ളപ്പം നമ്മുടെ വീട്ടിലെ മറ്റു റൂമിൽ വെച്ചിട്ട് തന്നെ ഡയപ്പർ ഇട്ട് കൊടുക്കുന്നു. അത് ഒരാഴ്ച അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത ആഴ്ച നമ്മൾ പതിയെ ഇനി പുള്ളപ്പ് മെത്തേഡ് ബാത്റൂമിൽ നിന്ന് മാത്രം. ബാത്റൂമിൽ ആ കുട്ടിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്നോട്ടെ, ഒരു പ്രശ്നമില്ല. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഇനി നമുക്ക് അടുത്തത് ബാത്റൂമിൽ തന്നെയാണ്, പക്ഷെ ബാത്റൂമിൽ ഇനി പതിയെ നമ്മൾ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കണം. അതാണ് അടുത്ത് പറയാൻ പോണത്. അതായത് ഇപ്പൊ ബാത്റൂമിൽ എത്തിയല്ലോ, ഇപ്പൊ ബാത്റൂമിൽ നിന്നാണല്ലോ ഡയപ്പർ എടുക്കണേ. ഇനി ആ ബാത്റൂമിൽ ഒരു എക്സ് എന്നുള്ളൊരു മാർക്ക് മെഷറിംഗ് ടേപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പെണ്ണ് കൊണ്ട് ഒരു മാർക്കർ കൊണ്ടോ ഒരു എക്സ് എന്നുള്ളൊരു വര വരക്കുക. ആ പൊസിഷനിൽ മാത്രമേ നിന്നിട്ട് മലം പോകുന്നോ ആ കുഞ്ഞോട് പറയാം. അതാണ് 5ാമത്തെ സ്റ്റെപ്പ്. ബാത്റൂമിലെത്തി, ബാത്റൂമിൽ ഒരു സ്പെസിഫിക് പ്ലേസിലായിരിക്കണം എന്ന് പറയാം. ഇങ്ങനെ ഇത് കണ്ടോ, ഇവിടെ ഒരു എക്സ് എന്നുള്ള വര ഇട്ടു. അതാണ് 5ാമത്തെ സ്റ്റെപ്പ്. ഒരു 3 ദിവസം ആ വരയിൽ നിന്നിട്ട് മാത്രമേ മലം പോകാവൂന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അടുത്ത സ്റ്റെപ്പിൽ ഈ വര പതിയെ ഓരോ 3 ദിവസം കഴിയുമ്പോഴും ടോയ്ലറ്റിന്റെ അടുത്തോട്ട് ഈ വര മാറ്റി വരക്കുക. 3-4 ദിവസം കഴിയുമ്പോൾ. അപ്പൊ ആദ്യം നിങ്ങൾ ടോയ്ലറ്റിന് കുറെ ഈ ക്ലോസറ്റിന് കുറെ വിട്ട് ഒരു വര ഇട്ടു, അത് കഴിഞ്ഞിട്ട് ക്ലോസറ്റിനോട് കുറച്ചും കൂടി അടുത്തു, അത് കഴിഞ്ഞിട്ട് ക്ലോസറ്റിന് വളരെ അടുത്തു. അങ്ങനെ ഓരോ 4 ദിവസം കഴിയുമ്പോഴും അടുപ്പിച്ച് അങ്ങോട്ട് ക്ലോസറ്റിന്റെ അടുത്തോട്ട് കൊണ്ടുപോവുക, ഓരോ 3 ദിവസത്തിലും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അടുത്തത് ക്ലോസറ്റിന് തൊട്ട് മുമ്പ് വന്നിട്ട് ടോയ്ലറ്റ് ഈ മലം പോകാൻ പഠിപ്പിക്കുക. അതായത് ഈ വര ഏറ്റവും അടുത്തെത്തി. അതാണ് അടുത്ത സ്റ്റെപ്പ്. അത് ഈ ക്ലോസറ്റിനെ ഫേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ തിരിഞ്ഞു നിന്നിട്ടോ ആ കുഞ്ഞിനോട് ഉപയോഗിക്കാൻ പറയാം.
അതാണ് 7ാമത്തെ സ്റ്റെപ്പ്. അടുത്ത പിന്നെ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ നമുക്ക് പതിയെ ക്ലോസറ്റിൽ ഇരുത്തി നോക്കാം. ക്ലിയർ ആണോ? ക്ലോസറ്റിന് പുറത്ത് കയറിയിരിക്കാൻ കുഞ്ഞിനെ പ്രേരിപ്പിക്കുക, പഠിപ്പിക്കുക. അവിടെ നോക്കേണ്ടത് ചില കുട്ടികൾക്ക് ക്ലോസറ്റുമ്പോൾ ഇരിക്കുമ്പോൾ ഒരു വൃത്തിഹീനമായ തോന്നാം. അപ്പം അത് ഫുൾ ഡ്രൈ ആയിരിക്കണം. സെൻസറി ഇഷ്യൂസ് ഉണ്ടാവും. അതൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ ടോയ്ലറ്റിൽ എന്താണോ ഡിസ്കംഫർട്ട് ആക്കുന്നത് അതൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കണം. ഒരു വൃത്തിയുള്ള സിറ്റിംഗ് അറേഞ്ച് ചെയ്യണം. ചില കുട്ടികൾക്ക് ടേപ്പിന്റെ സൗണ്ട് പറ്റില്ല. അതുപോലെ അവിടെ ടോയ്ലറ്റ് മൊത്തം വെള്ളം നിന്ന ആ ഒരു അന്തരീക്ഷം ചില കുട്ടികൾക്ക് പറ്റില്ല. അപ്പൊ അതൊക്കെ ക്ലിയർ ആക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പൊ അടുത്ത ദിവസം എന്തായി, പതിയെ ടോയ്ലറ്റിൽ സിറ്റ് ചെയ്തു, ഇരുന്നു. എന്നിട്ട് അവരോട് പറയാ, ഇരുന്നിട്ട് ആ ഡയപ്പറിൽ പൊക്കോട്ടെ. അപ്പം ഇപ്പൊ എങ്ങനെയാണ്, ഓരോ 3 ദിവസം നമ്മൾ അടുത്തടുത്ത് വന്നു. ഇനി കുഞ്ഞ് മലം പോകാൻ പറഞ്ഞാൽ വേഗം കുട്ടീനെ ടോയ്ലറ്റിൽ കൊണ്ടുപോവുക, ഡയപ്പർ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ആ ടോയ്ലറ്റിൽ കൊണ്ടുപോയിരുത്തുക. അവരോട് പറയാം പാസ് ചെയ്തോളൂ, ഇരുന്നിട്ട് പാസ് ചെയ്തോളൂ എന്ന് പറയാം. ഇവിടെ ടോയ്ലറ്റിൽ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ പിക്ചറിൽ കാണിച്ച പോലെ കുഞ്ഞുങ്ങളുടെ കാല് തൂക്കിയിടുന്നതിന് പകരം എപ്പോഴും ഒരു റെസ്റ്റിംഗ് സ്റ്റൂളോ മറ്റോ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അത് പ്രത്യേകം പറയുന്നുണ്ട്. അതിനൊരു കാരണമുണ്ട് കേട്ടോ. കാരണം ഒരു സ്റ്റൂളിലൊക്കെ കാല് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലദ്വാരത്തിന് ചുറ്റുമുള്ള മസിലുകൾ റിലാക്സ് ആവും, മലം പോവാൻ എളുപ്പമാണ്. അതാണ് അടുത്ത സ്റ്റെപ്പ്. ക്ലിയർ ആണല്ലോ? ഇപ്പൊ നമ്മൾ എവിടെ എത്തി? ആദ്യം കുഞ്ഞിനെ പഠിപ്പിച്ചു, അത് കഴിഞ്ഞിട്ട് വീട്ടിൻ്റെ അകത്തുനിന്ന് ഡയപ്പർ ഇട്ട് കൊടുത്തു, അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ ബാത്റൂമിനകത്തുനിന്ന് ഡയപ്പർ ഇട്ട് കൊടുത്തു, 3 ദിവസം കഴിയുമ്പോൾ പിന്നെ അവിടുന്ന് ബാത്റൂമിൽ ഒരു ഫിക്സഡ് പൊസിഷൻ ഫിക്സ് ചെയ്തു. പിന്നെ അവിടുന്ന് ഓരോ 3 ദിവസം കഴിയുമ്പോഴും അത് അടുത്തടുത്ത് വന്നു, ടോയ്ലറ്റിന്റെ മുമ്പിൽ വന്ന് മലം പോകുന്ന രൂപത്തിലായി. അടുത്തത് ടോയ്ലറ്റിൽ ഇരുന്നിട്ട് മലം പോകുന്ന രൂപത്തിലായി. ക്ലിയർ ആണോ? ഇപ്പോഴും കുട്ടി പോകുന്നത് ഡയപ്പറിലാണ്, അത് മറക്കരുത്, അതിനൊരു പ്രശ്നമില്ല. അടുത്ത സ്റ്റെപ്പാണ് ഈ പുള്ളപ്സിൽ ഡയപ്പറിൽ ചെറിയ സ്ലിറ്റ് ഇട്ട് കൊടുക്കുക. ചെറിയൊരു വര ഒരു കത്തി കൊണ്ടോ അല്ലെങ്കിൽ ഇതുകൊണ്ടോ ഇതുപോലൊരു ഓട്ടാക്കി കൊടുക്കുക. എന്നിട്ട് ആ ഡയപ്പർ ഇട്ട് കൊടുക്കുക. അപ്പം കുട്ടി ടോയ്ലറ്റിൽ ഇരിക്കുന്ന സ്റ്റേജ് വരെ എത്തിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് നോക്കേണ്ടത്, ഇനി ആ ഡയപ്പറിൽ ചെറിയൊരു ദ്വാരം ഇട്ട് കൊടുക്കുക. അത് കുട്ടി അറിഞ്ഞിട്ടോ അറിയാതെയാണെങ്കിൽ നല്ലത്. ഇനി അഥവാ കുട്ടി അത് കണ്ടുപിടിച്ചാൽ കുട്ടിയോട് പറയാം, അത് പ്രശ്നമൊന്നും ഉള്ള കാര്യമല്ല, നമുക്ക് യൂറിനൊക്കെ താഴോട്ട് പോകണ്ടേ, അങ്ങനെ പൊക്കോളും. കാരണം ഓരോ സ്റ്റെപ്പിലും ഈ കാര്യം വീണ്ടും 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 ഓർമ്മിപ്പിക്കാൻ ഈ ആർട്ടിക്കിൾസിൽ പറയുന്നുണ്ട്. എന്താ കാര്യം? അതായത് ടോയ്ലറ്റ് ആണ് നമ്മുടെ ഡേർട്സ് ഒക്കെ കൊണ്ട് ഡിസ്പോസ് ചെയ്യുന്ന സ്ഥലം, അതിൽ ജേംസ് ഉണ്ട്, അത് പുറത്ത് പോകരുത്, അത് കറക്റ്റ് ടോയ്ലറ്റിലായാലാണ് നമുക്കൊന്നും അസുഖം വരാതിരിക്കുള്ളൂ, ഇത് പ്രൈവറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇത് ഓരോ സ്റ്റെപ്പിലും ഇങ്ങനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുക, അവരെ ഇറിറ്റേറ്റ് ചെയ്യാത്ത രൂപത്തിൽ. അപ്പൊ അതിനോട് കൂടി ഇത് പറയാ, ഇങ്ങനെ അഥവാ ദ്വാരം കണ്ടുപിടിച്ച അവരോട് പറയേണ്ട ആവശ്യമില്ല ഇങ്ങനെ ദ്വാരം ഇട്ടത് കാര്യം. ദ്വാരം അഥവാ കുഞ്ഞ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി, താഴോട്ട് ഡേർട്ട് പോകാൻ വേണ്ടിയാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കാം. അടുത്ത സ്റ്റെപ്പിൽ ഈ ദ്വാരത്തിന്റെ സൈസ് പതിയെ കൂട്ടിക്കൊണ്ടുവരിക, വൈഡാക്കി കൊണ്ടുവരാം. ക്ലിയർ ആണോ? എന്നിട്ട് അവരോട് മലം പോകാൻ പറയാം. ലാസ്റ്റ് സ്റ്റെപ്പില് 2 ഓപ്ഷൻസ് ഉണ്ട്. അവസാനത്തെ സ്റ്റെപ്പില് നിങ്ങൾക്ക് ഈ ദ്വാരം ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ട് ആ ഡയപ്പറിന്റെ അറ്റം മാത്രം നിൽക്കുന്ന രൂപത്തിൽ വെട്ടിയിട്ട് ഇട്ടുകൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഒഴിവാക്കി ഇരുത്തി നോക്കാം. ഈ സ്റ്റെപ്പിൽ അത് കുഞ്ഞിന്റെ റെസ്പോൺസ് അനുസരിച്ചിരിക്കും. ആദ്യമേ പറയട്ടെ, ഇത് കേൾക്കുമ്പോൾ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ സമയമെടുത്ത് ക്ഷമയോടുകൂടി 4 ആഴ്ച 5 ആഴ്ചയൊക്കെ അല്ലെങ്കിൽ 1 മാസം 1.5 മാസം എടുത്ത് ചെയ്യേണ്ട പ്രവൃത്തിയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. അതിന്റെ ചില സ്റ്റെപ്പിലോട്ട് നമ്മൾ കടക്കുമ്പോൾ കുട്ടിക്ക് ബുദ്ധിമുട്ട് കാണിക്കും. അപ്പൊ എന്ത് ചെയ്യണം എന്നുള്ളത് അവസാനം പറയുന്നുണ്ട്. ക്ലിയർ ആണോ? ആ 14ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ആ ഫുൾ ഒരു കുഞ്ഞ് റിമ്മ് മാത്രം മെജോറിറ്റി പോർഷന് ഓട്ടാക്കി വെച്ചു. പതിയെ ഓട്ട കൂട്ടുകയാണല്ലോ 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ. അങ്ങനെ ഫുൾ ബേസ് ഓട്ടാക്കി ഇപ്പൊ ഒന്നുമില്ല, ജസ്റ്റ് റിമ്മ് മാത്രമുള്ള രൂപത്തിലാക്കുക. അവിടെ വേണമെന്നുണ്ടെങ്കിൽ അതില്ലാണ്ട് ഒന്ന് പോവാൻ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിപെൻഡന്റ് ആയി ഡയപ്പർ ഇല്ലാതെ ഒന്ന് വെച്ച് നോക്കാം. ഇങ്ങനെയാണ് എത്തിക്കേണ്ടത്. ഏകദേശം ഒരു 4 ആഴ്ച അല്ലെങ്കിൽ 8 ആഴ്ചയൊക്കെ എടുക്കും. പതിയെ മതി, ഒരു ധൃതിയില്ല. ഓരോ സ്റ്റെപ്പിലും ക്ഷമ വേണം. ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത് സ്റ്റെപ്പ് ബാക്സ്. ചില സ്റ്റെപ്പ് നമ്മൾ ഒരു സ്റ്റെപ്പ് കടന്ന് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്ന സമയത്ത് ചില കുഞ്ഞുങ്ങൾക്ക് എന്ത് കാണിക്കാം? ആങ്സൈറ്റി കാണിക്കാം, ഇഷ്ടക്കേട് കാണിക്കാം, ടാൻഡ്രംസ് കാണിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ നമ്മൾ
പ്രീവിയസ് സ്റ്റെപ്പിലോട്ട് പോകണം. എന്നിട്ട് അത് വീണ്ടും ഒരു 3-4 ദിവസം ആ പ്രീവിയസ് സ്റ്റെപ്പ് തന്നെ ചെയ്യുക. എന്നിട്ട് പതിയെ മാറി നോക്കുക. അപ്പോൾ സ്റ്റെപ്പ് ബാക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇവിടെ സ്റ്റെപ്പ് ബാക്ക് വേണ്ടി വരും. പല കുട്ടികളും ഒറ്റയടിക്ക് സമ്മതിക്കില്ല. പക്ഷെ ഇവിടെ എനിക്ക് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിന് നിങ്ങളെ കുട്ടിക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം മരുന്ന് കഴിച്ച് കോൺസ്റ്റിപ്പേഷൻ ക്ലിയർ ആയി സോഫ്റ്റ് ആയി 1-2 ആഴ്ച കുട്ടി മലം പോയി തുടങ്ങിയാൽ മാത്രമേ ഇതിലോട്ട് നിങ്ങൾ നിൽക്കാൻ പാടുള്ളൂ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ടോയ്ലറ്റ് ട്രെയിനിങ് നടക്കുമ്പോഴൊക്കെ ആ കോൺസ്റ്റിപ്പേഷൻ്റെ മരുന്ന് കണ്ടിന്യൂ ചെയ്യണം. കാരണം നിങ്ങൾ ഈ ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് മലം കട്ടിയായി കഴിഞ്ഞാൽ ഇതുവരെ ചെയ്തതൊക്കെ വേസ്റ്റ് ആവും, കുട്ടി ബാക്കിലോട്ട് പോകും. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ്റെ മരുന്ന് ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാണ്ട് ഒരിക്കലും നിർത്തരുത്. ഈ പാരൻസ് ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്, കോൺസ്റ്റിപ്പേഷൻ ഉള്ള കുട്ടികൾക്ക് ഒരു മരുന്ന് കഴിച്ച് 1-2 ആഴ്ച കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് സ്റ്റൂളാവും, അപ്പോൾ അവർ നിർത്തും. പക്ഷേ ഈ മരുന്ന് കൊടുക്കുന്നത് മലം സോഫ്റ്റ് ആവാൻ മാത്രമല്ല, ടോയ്ലറ്റ് ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്ത് ടോയ്ലറ്റ് ട്രെയിൻഡ് ആവുന്ന കാലം അത്രയും കുട്ടിക്ക് ഒരു സോഫ്റ്റ് സ്റ്റൂള് കൊടുത്ത് ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടി കൂടിയാണ്. കാരണം നിങ്ങൾ ഈ ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും മലം കട്ടിയായാൽ വീണ്ടും കുട്ടി ബാക്കിലോട്ട് പോകും. അത് വരാതിരിക്കാനാണ് ചിലപ്പോൾ 4 മാസം 6 മാസം മരുന്ന് കൊടുക്കാൻ പറഞ്ഞത്. കാരണം 4 മാസമൊക്കെ എടുക്കും ഈ ടോയ്ലറ്റ് ട്രെയിനിങ് കംപ്ലീറ്റ് ആവാൻ. അപ്പോൾ മരുന്ന് നിർത്താതിരിക്കുക ഡോക്ടർ നിർദ്ദേശം ഇല്ലാതെ. അങ്ങനെ എപ്പോഴെങ്കിലും ഒരു കുട്ടി, ഞാൻ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ സ്റ്റെപ്പ് ബാക്ക് ചെയ്യുമല്ലോ, അതായത് കുട്ടി നമ്മൾ നല്ല രീതിയിൽ ഓരോ സ്റ്റെപ്പ് മുമ്പോട്ട് പോകുമ്പോഴും ചില സന്ദർഭത്തിൽ കുഞ്ഞുങ്ങൾ ബാക്കിലോട്ട് പോകാനുള്ള ഒരു കാരണം മലം കട്ടിയാവുന്നതാണ്. അപ്പം മലം കട്ടിയാവാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക. അപ്പം അഥവാ സ്റ്റെപ്പ് ബാക്ക് വേണ്ടി വന്നാൽ സ്റ്റെപ്പ് ബാക്ക് എടുക്കാം, ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു പോയാൽ മതി. അടുത്തതാണ്, ഇതുവരെ ഞാൻ എന്താ പറഞ്ഞത്, നമ്മൾ ഈ 14 സ്റ്റെപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കുട്ടിക്ക് ഒരു ആങ്സൈറ്റി കാണിച്ചാൽ തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അത് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടി ഇങ്ങനെ മുമ്പോട്ടാണ് പോകുന്നുണ്ടെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യണം? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് മെത്തേഡ്. എന്താണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഓരോ ടാർഗറ്റിനും ഓരോ സ്റ്റാർ കൊടുക്കുക, ഓരോ ഗിഫ്റ്റ് കൊടുക്കുക. മനസ്സിലായോ? അത് എന്തും ആവാം. ഇപ്പം ഫസ്റ്റ് ഡേ കുട്ടി നിങ്ങളോട് ടോയ്ലറ്റ് പോകാനുള്ള ഫീലിംഗ് നിങ്ങളോട് ഓപ്പൺ ആയി പറഞ്ഞു, അതിന് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം. അവരോട് പറയാം, അപ്പോൾ ടോയ്ലറ്റ് പോകാനുള്ള അവസരത്തിൽ മോൻ പറഞ്ഞല്ലോ അല്ലെങ്കിൽ മോള് പറഞ്ഞല്ലോ, അപ്പോൾ അതിന് നിനക്കൊരു സ്റ്റാർ. എന്നിട്ട് പറയാം, ഇനി എല്ലാ ഡേയ്സും ഇങ്ങനെ പറഞ്ഞാൽ നിനക്ക് ഓരോ സ്റ്റാർ കിട്ടും. അങ്ങനെ 30 സ്റ്റാർ ആയി കഴിഞ്ഞാൽ, അതായത് ഒരു മന്ത് ഫുൾ നീ പറഞ്ഞു കഴിഞ്ഞാൽ 30 സ്റ്റാർ കഴിഞ്ഞാൽ ഒരു ഗിഫ്റ്റ്. അങ്ങനെ പറയാം. ഈ സ്റ്റാർ നമുക്ക് പ്രോപ്പറായി ബാത്റൂമിനകത്ത് പോയി ഒരു മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് പാസ് ചെയ്താൽ അതിനൊരു സ്റ്റാർ കൊടുക്കാം. ടോയ്ലറ്റിൽ പോയി ഇരുന്നാൽ അതിന് വേറെ സ്റ്റാർ കൊടുക്കുക. അതിന് ബിഗ് പ്രൈസസ് കൊടുക്കുക. കാരണം അവസാന സ്റ്റെപ്പുകളാണല്ലോ, അതിന് കുറച്ചുകൂടി വലിയ പ്രൈസസ് നിങ്ങൾ ഓഫർ ചെയ്യാം. ഇങ്ങനെ ഓരോന്നും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം, ഓരോ സ്റ്റെപ്പ് അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടി സ്റ്റെപ്പ് ബാക്കിലോട്ട് പോകണം തോന്നിക്കഴിഞ്ഞാൽ ബാക്കിലോട്ട് പോകണം, കുട്ടി മുമ്പിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഒരിക്കലും കുട്ടി ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ അതിന് ചീത്ത പറയരുത്, സ്കോൾഡ് ചെയ്യരുത്, ഷൗട്ട് ചെയ്യരുത്, നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ ഒരു സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക, പതിയെ തിരിച്ചു വരിക, തിരിച്ചു വന്നാൽ കുട്ടീനെ അപ്രീഷിയേറ്റ് ചെയ്യുക, ഇതുപോലെ ഗിഫ്റ്റ് കൊടുക്കുക. ക്ലിയർ ആണോ? ഇങ്ങനെ നിങ്ങൾ ക്ഷമയോടുകൂടി ഒരു 4 മുതൽ 8 ആഴ്ച വരെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആക്കാൻ പറ്റും. അങ്ങനെ ചെയ്ത ഒരു സ്റ്റഡിയുടെ റിപ്പോർട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ആ സ്റ്റഡി മാത്രമല്ല, നമ്മളും ക്ലിനിക്കൽ പ്രാക്ടീസിൽ OPയിൽ ഇത് സ്ഥിരം ചെയ്യുന്നതാണ്. വളരെ സക്സസ്ഫുൾ ആയിട്ട് പാരൻസ് ഒന്ന് പറയാറുള്ളതാണ്. അവരുടെ സ്റ്റൂൾ ഡയറി ഒക്കെ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ഫോട്ടോ എടുക്കാൻ മറന്നു. പല കുട്ടികളുടെ സ്റ്റൂൾ ഡയറിയുടെ ഫോട്ടോ ഞാൻ എടുത്തു വെക്കാറുണ്ട്. കാരണം എപ്പോഴും ഞങ്ങൾ സ്റ്റൂൾ ഡയറി കീപ്പ് ചെയ്യാറുണ്ട്. അതായത് എല്ലാ ദിവസവും പോയപ്പോൾ സോഫ്റ്റ് ആയിരുന്നോ അതൊക്കെ എഴുതി വെക്കുന്നതാണ് സ്റ്റൂൾ ഡയറി. അപ്പോൾ അതൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷേ ഇതിലെ പേജിൽ ഫോട്ടോ ഉൾപ്പെടുത്താൻ മറന്നു. അപ്പോൾ എന്തായാലും അത് നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക, ക്ഷമയോടുകൂടി ചെയ്യുക, ഇത് ക്ലിയർ ആക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും മനസ്സിലായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ മറ്റു പാരൻസിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഇനി എല്ലാ ആഴ്ചയിൽ 2 വീഡിയോസ് യൂട്യൂബിൽ ചെയ്യാൻ, ഇതുപോലെ ലോങ് വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം പല ടോപ്പിക്സും റീൽ ചെയ്താൽ പാരൻസിന് മനസ്സിലാവില്ല, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട്. അപ്പോൾ അത് നമുക്ക് യൂട്യൂബിലും റീൽസ് നമുക്ക് ഇൻസ്റ്റയിലും ചെയ്യാം. അപ്പോൾ എന്തായാലും പേജ് ഇത് സബ്സ്ക്രൈബ് ചെയ്തോളൂ,
ചാനൽ. നമുക്ക് അടുത്ത ടോപ്പിക്കുമായി അടുത്ത ദിവസം കാണാം. അപ്പോൾ ഇതിന് മുമ്പ് ടോയ്ലറ്റ് ട്രെയിനിങ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ടോയ്ലറ്റ് ട്രെയിനിങ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിടാം. അത് ആദ്യം കണ്ടിട്ട് ഇതിലോട്ട് വരിക. ഓക്കെ, ബൈ.